ഹായ്, C361 അഡ്വാൻസ്ഡ് കോൺക്രീറ്റ് ടെക്നോളജി എന്ന പേപ്പറിലെ മൊഡ്യൂൾ 4 നിന്നുള്ള പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ എഫക്റ്റ് ഓഫ് ക്രീപ്പ് ഓൺ കോൺക്രീറ്റ്? 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് 2 ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ക്രീപ്പിൻ്റെ എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ഷ്രിങ്കേജ് ആൻഡ് ക്രീപ്പ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദീസ് പാരാമീറ്റേഴ്സ്? ഇതിൽ ഷ്രിങ്കേജിനെ പറ്റി അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയി നോക്കാം. ഇപ്പോൾ ക്രീപ്പിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗും ചോദിച്ചിട്ടുണ്ട് ഏപ്രിൽ 2018. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ക്രീപ്പ്. ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രീപ്പ്. 5 മാർക്കാണ്. 2 ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ക്രീപ്പ് എന്താണെന്നും അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്രീപ്പും ഷ്രിങ്കേജും. ക്രീപ്പ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ട് ഓഫ് ദി സ്ട്രെയിൻ റിസൾട്ടിങ് ഫ്രം സ്ട്രെസ്. അപ്പോൾ ക്രീപ്പ് എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ട് ഓഫ് സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്ന് നമുക്കറിയാം. അതിൽ സ്ട്രെസ്സിൽ നിന്നുള്ള സ്ട്രെയിനിൻ്റെ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. Creep can be defined as the increase in strain under sustained constant stress. അപ്പോൾ ക്രീപ്പിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻക്രീസ് ഇൻ സ്ട്രെയിൻ അണ്ടർ സസ്റ്റെയിൻഡ് കോൺസ്റ്റൻറ്റ് സ്ട്രെസ്. സ്ട്രെസ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് സ്ട്രെയിനിനുണ്ടാവുന്ന ഇൻക്രീസ്, അതിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. ദ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ സ്ട്രെയിൻ വിത്തൗട്ട് ഇൻക്രീസ് ഇൻ സ്ട്രെസ് ഈസ് ഡ്യൂ ടു ക്രീപ്പ്. അപ്പോൾ സ്ട്രെസ്സ് ഇൻക്രീസ് ആവാതെ കോൺസ്റ്റൻ്റായി നിന്നുകൊണ്ട് തന്നെ സ്ട്രെയിനിന് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്. അതിനെ നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നു. ഓൾ മെറ്റീരിയൽസ് അണ്ടർഗോ ക്രീപ്പ് അണ്ടർ സം കണ്ടീഷൻസ് ഓഫ് ലോഡിംഗ് ടു ഗ്രേറ്റർ ഓർ സ്മോളർ എക്സ്റ്റെൻറ്റ്. അപ്പോൾ എല്ലാ മെറ്റീരിയൽസിലും ക്രീപ്പ് സംഭവിക്കുന്നുണ്ട്. ഒരു ഗ്രേറ്റർ അല്ലെങ്കിൽ സ്മോളർ എക്സ്റ്റെൻറ്റിൽ എല്ലാ മെറ്റീരിയൽസിലും ക്രീപ്പ് സംഭവിക്കുന്നുണ്ട്. ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് അപ്രോക്സിമേറ്റ്ലി ലീനിയർ ഫങ്ഷൻ ഓഫ് സ്ട്രെസ് അപ് ടു 30 to 40% ഓഫ് ഇറ്റ്സ് സ്ട്രെങ്ത്. ക്രീപ്പ് ടേക്സ് പ്ലേസ് ഓൺലി അണ്ടർ സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ്സ് നമ്മൾ കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. സ്ട്രെസ്സ് ഇൻക്രീസ് ആവത്തില്ല, കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ എപ്പോഴും ഒരു സ്ട്രെസ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ക്രീപ്പ് സംഭവിക്കുകയുള്ളൂ. അണ്ടർ സസ്റ്റെയിൻ സ്ട്രെസ് വിത്ത് ടൈം ദ ജെൽ, ദ അബ്സോർബ്ഡ് വാട്ടർ ലെയർ, ദ വാട്ടർ ഹെൽഡ് ഇൻ ദ ജെൽ പോഴ്സ് എക്സെട്ര അണ്ടർഗോ ക്രീപ്പ്. അപ്പോൾ ഒരു സസ്റ്റെയിൻഡ് സ്ട്രെസ്സിൽ ജെല്ല്, അതുപോലെ അബ്സോർബ്ഡ് ആയിട്ടുള്ള വാട്ടർ ലെയർ, അതുപോലെ ജെല്ലിൻ്റെ പോഴ്സിലുള്ള വാട്ടർ, ഇങ്ങനെയുള്ള മെറ്റീരിയൽസിലൊക്കെ ക്രീപ്പ് സംഭവിക്കാം. ഇനി അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രീപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് അഗ്രിഗേറ്റ്. അഗ്രിഗേറ്റ് അണ്ടർഗോസ് വെരി ലിറ്റിൽ ക്രീപ്പ്. അപ്പോൾ അഗ്രിഗേറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലിന് ക്രീപ്പ് വളരെ കുറവാണ്. നമ്മൾ മുന്നേ പറഞ്ഞു എല്ലാ മെറ്റീരിയൽസിലും ക്രീപ്പ് സംഭവിക്കും. ഒരു സ്മോളർ അല്ലെങ്കിൽ ലാർജർ എക്സ്റ്റെൻറ്റിൽ എല്ലാ മെറ്റീരിയൽസിലും ക്രീപ്പ് സംഭവിക്കും. അപ്പോൾ അഗ്രിഗേറ്റിലെ ക്രീപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ദ സ്ട്രോങ്ങർ അഗ്രിഗേറ്റ് ദ മോർ ഈസ് ദ റീസ്ട്രെയിനിങ് എഫക്റ്റ് ആൻഡ് ഹെൻസ് ദ ലെസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്രീപ്പ്. അപ്പോൾ അഗ്രിഗേറ്റിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ക്രീപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. പൊതുവെ അഗ്രിഗേറ്റ് എല്ലാം നല്ല സ്ട്രെങ്ത് ഉള്ളതാണ്. ഇഫ് ദ അഗ്രിഗേറ്റ് ഹാവ് ഹയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ദെൻ ദ ക്രീപ്പ് ഈസ് ലെസ്. അതുപോലെ അഗ്രിഗേറ്റിന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈ വാല്യൂ കൂടുതലാണെങ്കിൽ ക്രീപ്പിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. ഗ്രേഡിംഗ്, ടെക്സ്ചർ, ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് അഗ്രിഗേറ്റ് ഓൾസോ അഫക്റ്റ് ക്രീപ്പ്. അപ്പോൾ അഗ്രിഗേറ്റിൽ തന്നെ നമ്മൾ അഗ്രിഗേറ്റിൻ്റെ സ്ട്രെങ്ത് പറഞ്ഞു, അതുപോലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, അതുപോലെ ഗ്രേഡിങ്, ഷേപ്പ്, സൈസ് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സും ക്രീപ്പിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്.
ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്സ് ഷോ ഹയർ ക്രീപ്പ് ദാൻ നോർമൽ കോൺക്രീറ്റ്. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റിനായിരിക്കും സാധാ അഗ്രിഗേറ്റിനേക്കാളും ക്രീപ്പ് കൂടുതൽ. ഇനി സെക്കൻഡ് ഫാക്ടറാണ് മിക്സ് പ്രപ്പോർഷൻ. അപ്പോൾ നമ്മൾ ക്രീപ്പ് എന്താണെന്ന് പറഞ്ഞു, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറിൽ ആദ്യത്തെ ഫാക്ടർ ഇൻഫ്ലുവൻസ് ഓഫ് അഗ്രിഗേറ്റ് ആണ്. സെക്കൻഡ് വൺ ഈസ് മിക്സ് പ്രപ്പോർഷൻ. The amount of cement paste and its quality is one of the most important factors influencing creep. അപ്പോൾ ക്രീപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് സിമൻറ്റ് പേസ്റ്റും അതിൻ്റെ ക്വാളിറ്റിയും. എ പുവറർ പേസ്റ്റ് സ്ട്രക്ചർ അണ്ടർഗോസ് ഹയർ ക്രീപ്പ്. അപ്പോൾ നമ്മുടെ സിമൻറ്റ് പേസ്റ്റ് ഒരു പുവർ കണ്ടീഷൻ ആണെങ്കിൽ ക്രീപ്പിനുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ്. ദാറ്റ് ഈസ് ദ ക്രീപ്പ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വാട്ടർ സിമൻറ്റ് റേഷ്യോ. അതായത് വാട്ടർ സിമൻറ്റ് റേഷ്യോ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ക്രീപ്പും ഇൻക്രീസ് ആവും. വാട്ടർ സിമൻറ്റ് റേഷ്യോ ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ക്രീപ്പും ഇൻക്രീസ് ആവും. ഇനി തേർഡ് ഫാക്ടറാണ് സിമൻറ്റ് പേസ്റ്റ് കണ്ടൻറ്റ്. എ 1% ഇൻക്രീസ് ഇൻ സിമൻറ്റ് പേസ്റ്റ്, അത് പേസ്റ്റ് എന്നാണ്, സിമൻറ്റ് പേസ്റ്റ് ബൈ വോളിയം വിൽ റിസൾട്ട് ഇൻ അപ്രോക്സിമേറ്റ്ലി എ 5% ഇൻക്രീസ് ഇൻ ക്രീപ്പ്. അത് പി ആണ്. അതായത് ഇതിൽ പറയുന്നത് നമ്മൾ സിമൻറ്റ് പേസ്റ്റിൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്താൽ ക്രീപ്പും ഇൻക്രീസ് ആവും എന്നാണ് പറയുന്നത്. സിമൻറ്റ് പേസ്റ്റിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടത് 1% സിമൻറ്റ് പേസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 5% ക്രീപ്പ് ഇൻക്രീസ് ആവും. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ കോൺക്രീറ്റ് വിത്ത് എ സിമൻറ്റ് പേസ്റ്റ് വോളിയം ഓഫ് 28% to 40%. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ, അതായത് 1% സിമൻറ്റ് പേസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ 5% ക്രീപ്പ് ഇൻക്രീസ് ചെയ്യും. ഈ കണ്ടീഷൻ ആപ്ലിക്കബിളായി വരുന്നത് 28 to 40% വോളിയം സിമൻറ്റ് പേസ്റ്റ് ഉള്ള കോൺക്രീറ്റിൽ മാത്രമാണ്. The cement paste volume is influenced by the aggregate content of the mix. അപ്പോൾ ഈ സിമൻറ്റ് പേസ്റ്റിൻ്റെ വോളിയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അഗ്രിഗേറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദി അഗ്രിഗേറ്റ് കണ്ടൻറ്റ് ലോവർ ദി സിമൻറ്റ് പേസ്റ്റ് കണ്ടൻറ്റ്. ഇത് കണ്ടൻറ്റ് എന്നാണ്. അപ്പോൾ അഗ്രിഗേറ്റ് കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് സിമൻറ്റ് പേസ്റ്റിൻ്റെ കണ്ടൻറ്റും കൂടുതലായിരിക്കും. ഇനി ക്രീപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന അടുത്ത ഫാക്ടറാണ് ഫോർത്ത് വൺ, ഇൻഫ്ലുവൻസ് ഓഫ് ഏജ്. ഇൻക്രീസ് ഇൻ ഏജ് കോസസ് ലെസ് ക്രീപ്പ്. അപ്പോൾ ഏജ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ക്രീപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് കോൺക്രീറ്റ് ബീങ് ഡിഫറെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് ഏജസ് ഓൾസോ ഇൻഫ്ലുവൻസസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്രീപ്പ്. അപ്പോൾ ഏജ് മാത്രമല്ല, നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഏജ് കൂടുന്നതിനനുസരിച്ച് അതിലുണ്ടാകുന്ന മോയ്സ്ചർ കണ്ടൻറ്റിനും വേരിയേഷൻ വരാം. അതും നമ്മുടെ എത്രത്തോളം ക്രീപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ക്രീപ്പിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയത് ക്രീപ്പിൻ്റെ എഫക്റ്റാണ്, കോൺക്രീറ്റിലെ എഫക്റ്റാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എഫക്റ്റ് ഓഫ് ക്രീപ്പ്. Effect of creep. The magnitude of creep is dependent on many factors like time and level of stress. നമ്മൾ ക്രീപ്പിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞത് സ്ട്രെസ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കെ സ്ട്രെയിനിന് വരുന്ന ഇൻക്രീസ് ആണ് ക്രീപ്പ് എന്നാണ്. അപ്പോൾ ക്രീപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടൈമും അതുപോലെ ലെവൽ ഓഫ് സ്ട്രെസ്സും ആണ്. In reinforced concrete beam, creep increases the deflection with time and may be a critical consideration in design. അപ്പോൾ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം, അതായത് RCC ബീംസിൽ ക്രീപ്പ് കാരണം ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ആവാറുണ്ട്. ടൈമിനനുസരിച്ച് RCC ബീമിൽ ക്രീപ്പ് കാരണം ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ആവാറുണ്ട്. അടുത്ത എഫക്റ്റ്, ഇൻ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോളംസ് ക്രീപ്പ് പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ് ഈസ് യൂസ്ഫുൾ. അതേസമയം RCC ബീമിലാണെങ്കിൽ ക്രീപ്പ് കാരണം ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ആവും.
അതേസമയം RCC കോളം ആണെങ്കിൽ ക്രീപ്പ് എന്ന് പറയുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇറ്റ് cannot deform independent of steel reinforcement. There will be a gradual transfer of stress from concrete to steel. അപ്പോൾ RCC കോളത്തിൽ ക്രീപ്പ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ കോൺക്രീറ്റിൽ നിന്ന് സ്റ്റീലിലേക്ക് സ്ട്രെസ് ട്രാൻസ്ഫർ ആകും. The extra load in the steel is required to be shared by concrete, and this situation results in the employment and development of full strength steel concrete. അതായത് നമ്മൾ പറഞ്ഞു ഒരു RCC കോളത്തിലാണെങ്കിൽ ക്രീപ്പ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ RCC കോളത്തിൽ ക്രീപ്പ് സംഭവിക്കുമ്പോൾ കോൺക്രീറ്റിൽ നിന്ന്, അതായത് കോൺക്രീറ്റ് പോർഷനിൽ നിന്ന് സ്ട്രെസ്സ് സ്റ്റീലിൻ്റെ പോർഷനിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ ഭാഗത്ത് ഒരു എക്സ്ട്രാ ലോഡ് കിട്ടും. ആ എക്സ്ട്രാ ലോഡ് നമുക്ക് യൂസ്ഫുൾ ആണ്. ആ RCC സ്ട്രക്ചറിന് ഫുൾ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ എക്സ്ട്രാ ലോഡ് യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഇൻ എക്സെൻട്രിസിറ്റി ലോഡഡ് കോളംസ് ക്രീപ്പ് ഇൻക്രീസസ് ദി ഡിഫ്ലക്ഷൻ ആൻഡ് ക്യാൻ ലീഡ് ടു ബക്ലിംഗ്. അത് ലോഡെന്നല്ല, ലീഡെന്നാണ്. അതായത് എക്സെൻട്രിക്കലി ലോഡഡ് ആയിട്ടുള്ള കോളം ആണെങ്കിൽ അതിൽ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ആവാനായിട്ട് ക്രീപ്പ് കാരണമാകും. അത് കാരണം ആ കോളം ബക്ലിങ് ചിലപ്പോൾ സംഭവിക്കും കോളത്തിൽ. നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്, beam junction etc., creep may relieve the stress concentration induced by shrinkage, temperature or movement of support. അപ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബീമിൻ്റെ ജംഗ്ഷനിലൊക്കെ ആണെങ്കിൽ ക്രീപ്പ് എന്ന് പറയുന്നത് ഷ്രിങ്കേജ് കാരണമുള്ള സ്ട്രെസ് കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് അവിടെ അത് ഹെൽപ്ഫുള്ളാണ്. അടുത്തത്, creep also reduces the internal stresses due to non-uniform load or restrained shrinkage. ക്രീപ്പ് കാരണം നോൺ യൂണിഫോം ലോഡ് കാരണം അല്ലെങ്കിൽ റീസ്ട്രെയിൻഡ് ഷ്രിങ്കേജ് കാരണം ഒക്കെ വരുന്ന ഇൻറ്റേർണൽ സ്ട്രെസ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ഡാം, ക്രീപ്പ് മേ ബി കോസ് ഓഫ് ക്രാക്കിംഗ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ഡാം. അതേസമയം മാസ് കോൺക്രീറ്റ് സ്ട്രക്ചറിലാണെങ്കിൽ, എക്സാമ്പിൾ ഡാം പോലുള്ള സ്ട്രക്ചേഴ്സിലാണെങ്കിൽ ക്രീപ്പ് കാരണം ക്രാക്കിങ് സംഭവിക്കാം. ക്രീപ്പ് മേ ഓൾസോ കോസസ് ദ വോളിയം ചേഞ്ച്. ക്രീപ്പ് കാരണം സ്ട്രക്ചറിൽ വോളിയം ചേഞ്ചും ചില സമയത്ത് ഉണ്ടാകാം. അപ്പോൾ ഇത്രയുമാണ് ക്രീപ്പിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രീപ്പ് എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആയിരുന്നു. അത് 4 പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്രീപ്പ് എന്ന് പറയുന്നത് ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ട് ഓഫ് സ്ട്രെയിൻ ആണ്. അതായത് സ്ട്രെസ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതേസമയം സ്ട്രെയിൻ ഇൻക്രീസ് ആവും. അങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. എല്ലാ മെറ്റീരിയലിലും സ്മോളർ അല്ലെങ്കിൽ ലാർജർ എക്സ്റ്റെൻറ്റിൽ ക്രീപ്പ് സംഭവിക്കാറുണ്ട്. ഇനി ക്രീപ്പ് നടക്കണമെങ്കിൽ അവിടെ ഒരു സ്ട്രെസ്സ് വേണം. സ്ട്രെസ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ ഒരു സ്ട്രെസ്സ് ആവശ്യമാണ്. ഇനി ക്രീപ്പിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പറഞ്ഞത്, ഒന്നാമത്തെ ഫാക്ടർ ഇൻഫ്ലുവൻസ് ഓഫ് അഗ്രിഗേറ്റ് ആണ്. അഗ്രിഗേറ്റിന് ക്രീപ്പ് കുറവായിരിക്കും. അപ്പോൾ അഗ്രിഗേറ്റിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ക്രീപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. അപ്പോൾ അഗ്രിഗേറ്റിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ക്രീപ്പ് വാല്യൂ കുറവായിരിക്കും. ഇനി അഗ്രിഗേറ്റിൻ്റെ ഈ വാല്യൂ, അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വാല്യൂ കൂടുന്നതിനനുസരിച്ച് ക്രീപ്പ് വാല്യൂ കുറവായിരിക്കും. ഇനി ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റിനാണ് നോർമൽ അഗ്രിഗേറ്റിനേക്കാളും ക്രീപ്പ് വാല്യൂ കൂടുതൽ. ഇനി ക്രീപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന അഗ്രിഗേറ്റിൽ വരുന്ന മറ്റ് ഫാക്ടേഴ്സാണ് ഗ്രേഡിംഗ്, ടെക്സ്ചർ, ഷേപ്പ് എക്സെട്ര. ഇനി രണ്ടാമത് പറഞ്ഞ ഫാക്ടറാണ് മിക്സ് പ്രൊപ്പോർഷൻ. മിക്സ് പ്രൊപ്പോർഷനിൽ സിമൻറ്റ് പേസ്റ്റാണ് ക്രീപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. പുവർ പേസ്റ്റ് ആണെങ്കിൽ ക്രീപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ പുവർ പേസ്റ്റ് ആണെങ്കിൽ ക്രീപ്പ് കൂടുതലായിരിക്കും,
അതുപോലെ വാട്ടർ സിമൻറ്റ് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് ക്രീപ്പും കൂടും. അതാണ് മിക്സ് പ്രപ്പോർഷനിൽ വരുന്നത്. ഇനി അടുത്തത് സിമൻറ്റ് പേസ്റ്റ് കണ്ടൻറ്റ്. സിമൻറ്റ് പേസ്റ്റ് കണ്ടൻറ്റിൽ പറയുന്നത് 1% ഇൻക്രീസ് ഇൻ സിമൻറ്റ് ഉണ്ടെങ്കിൽ അത് 5% ഇൻക്രീസ് ഇൻ ക്രീപ്പിന് കാരണമാകും. ഇനി അടുത്തത് ഇൻഫ്ലുവൻസ് ഓഫ് ഏജ്. ഏജ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ക്രീപ്പ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് ക്രീപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി പറഞ്ഞത് ക്രീപ്പിൻ്റെ എഫക്റ്റാണ്. ക്രീപ്പിൻ്റെ എഫക്റ്റിൽ ആദ്യം പറഞ്ഞത് RCC ബീമിലാണ്. RCC ബീമിലാണെങ്കിൽ ക്രീപ്പ് കാരണം ഡിഫ്ലക്ഷൻ ഉണ്ടാവും, അത് നല്ലതല്ല. അടുത്തത് RCC കോളത്തിലാണെങ്കിൽ ക്രീപ്പ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം RCC കോളത്തിൽ ക്രീപ്പ് കാരണം കോൺക്രീറ്റിൽ നിന്ന് സ്റ്റീലിലേക്ക് സ്ട്രെസ്സ് ട്രാൻസ്ഫർ ആവും. ഈ സ്ട്രെസ്സ് ഇങ്ങനെ ട്രാൻസ്ഫർ ആവുന്നത് കാരണം ഫുൾ സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ കോൺക്രീറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് എക്സെൻട്രിക്കലി ലോഡഡ് കോളത്തിലാണെങ്കിൽ ക്രീപ്പ് എന്ന് പറയുന്നത് നല്ലതല്ല. ക്രീപ്പ് കൂടുന്നതിനനുസരിച്ച് ഡിഫ്ലക്ഷൻ കൂടും, അത് കാരണം ചിലപ്പോൾ ബക്ലിംഗ് ഉണ്ടാവാം. ഇനി അടുത്തത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിലാണെങ്കിൽ ക്രീപ്പ് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം ക്രീപ്പ് അവിടെ നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ റിലീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ക്രീപ്പ് ഓൾസോ റെഡ്യൂസസ് ദി ഇൻറ്റേർണൽ സ്ട്രെസ് ഡ്യൂ ടു നോൺ യൂണിഫോം ലോഡ്. നോൺ യൂണിഫോം ലോഡിലാണെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ക്രീപ്പ് യൂസ്ഫുൾ ആണ്. ഇനി അടുത്ത് മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ ക്രീപ്പ് യൂസ്ഫുൾ അല്ല, കാരണം അവിടെ അത് കാരണം ക്രാക്കിങ് ഉണ്ടാവാം. ഇനി ക്രീപ്പ് കാരണം വോളിയം ചേഞ്ചും ചിലപ്പോൾ സംഭവിക്കാം. ഇത്രയാണ് ക്രീപ്പിൻ്റെ എഫക്റ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ACTയിലെ മൊഡ്യൂൾ 4 നിന്നുള്ള അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ഷ്രിങ്കേജ് ആൻഡ് ക്രീപ്പ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദീസ് പാരാമീറ്റേഴ്സ്? April 2018 6 മാർക്ക്. ഇതിൽ ക്രീപ്പിനെ പറ്റിയിട്ടും അതിൻ്റെ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടും കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഷ്രിങ്കേജിൻ്റെ കാര്യം നോക്കാം. ഷ്രിങ്കേജ് ഈസ് ആൻ ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ബേസിക് ആയിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. എല്ലാ ടൈപ്പ് കോൺക്രീറ്റിനും അത് സംഭവിക്കുന്നതാണ്. വോളിയം ചേഞ്ച് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് detrimental properties of concrete which affect the long term strength and durability. അപ്പോൾ കോൺക്രീറ്റിന് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് വോളിയം ചേഞ്ച് എന്ന് പറയുന്നത്. ഒത്തിരി നാൾ കഴിയുമ്പോൾ കോൺക്രീറ്റിൻ്റെ വോളിയം ചേഞ്ച് ആവും. അത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്തിനെയും ഡ്യൂറബിലിറ്റിയും അഫക്റ്റ് ചെയ്യും. Shrinkage of concrete can be defined as the volume change in concrete due to loss of moisture at different stages due to different reasons. അപ്പോൾ ഷ്രിങ്കേജിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്? വോളിയം ചേഞ്ച് ഇൻ കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന വോളിയം ചേഞ്ചിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. ഇനി ആ വോളിയം ചേഞ്ച് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ലോസ് ഓഫ് മോയ്സ്ചർ കണ്ടൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ഡിഫറെൻറ്റ് റീസൺസ് കാരണം പല ടൈമിലായിട്ട് ഒരു കോൺക്രീറ്റിലുള്ള മോയ്സ്ചർ ലോസായി അതിൻ്റെ വോളിയം കുറയുന്നതിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഷ്രിങ്കേജ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഷ്രിങ്കേജ് ആണ്. ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വാട്ടർ സിമൻറ്റ് റേഷ്യോ. ഷ്രിങ്കേജ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ വാട്ടർ സിമൻറ്റ് റേഷ്യോ വാല്യൂ. അപ്പോൾ വാട്ടർ സിമൻറ്റ് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് ഷ്രിങ്കേജും കൂടും. അടുത്ത പോയിൻ്റ് സിമൻറ്റ് കണ്ടൻറ്റ്. ഷ്രിങ്കേജ് റേറ്റ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ സിമൻറ്റ് കണ്ടൻറ്റ്. അപ്പോൾ സിമൻറ്റ് കണ്ടൻറ്റ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ഷ്രിങ്കേജും ഇൻക്രീസ് ചെയ്യും. അടുത്തത് ഹ്യൂമിഡിറ്റി. ഷ്രിങ്കേജ് റേറ്റ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി. അപ്പോൾ ഹ്യൂമിഡിറ്റി കുറവാണെങ്കിലാണ് ഷ്രിങ്കേജ് കൂടുന്നത്. അടുത്തത് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ്. ഇൻക്രീസ് ഇൻ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് ഡിക്രീസസ് ദി ഷ്രിങ്കേജ്. അപ്പോൾ സൈസ് കൂടിയ അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഷ്രിങ്കേജ് കുറവായിരിക്കും. ഗ്രേഡിംഗ് ആൻഡ് ഷേപ്സ് ഹാസ് ലിറ്റിൽ എഫക്റ്റ് ഓൺ ഷ്രിങ്കേജ്. അപ്പോൾ സൈസ് മാത്രമല്ല ഗ്രേഡിങ്ങും അഗ്രിഗേറ്റിൻ്റെ ഷേപ്പും ഷ്രിങ്കേജിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഫിഫ്ത്ത് വൺ ടൈപ്പ് ഓഫ് സിമൻറ്റ്.
ടൈപ്പ് ഓഫ് സിമൻറ്റിൽ റാപ്പിഡ് ഹാർഡനിങ് സിമൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ഷ്രിങ്കേജ് ഉള്ളത്. മറ്റ് സിമൻറ്റുകളെ അപേക്ഷിച്ച് റാപ്പിഡ് ഹാർഡനിങ് സിമൻറ്റിനാണ് ഷ്രിങ്കേജ് പ്രോപ്പർട്ടി കൂടുതൽ. ആറാമത്തത് അഡ്മിക്സ്ചേഴ്സ്. ഷ്രിങ്കേജ് ഇൻക്രീസസ് വിത്ത് ദ അഡീഷൻ ഓഫ് CaCl2 ആൻഡ് റെഡ്യൂസസ് വിത്ത് ലൈം റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ അഡ്മിക്സ്ചേഴ്സ് പല ടൈപ്പ് ഉണ്ട്. അതിൽ CaCl2 അടങ്ങിയ അഡ്മിക്സ്ചറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഷ്രിങ്കേജ് ഇൻക്രീസ് ചെയ്യും. അതേസമയം ലൈം റീപ്ലേസ്മെൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഷ്രിങ്കേജ് ഡിക്രീസ് ചെയ്യും. ഇനി അടുത്തത് ടൈപ്പ് ആൻഡ് ഷേപ്പ് ഓഫ് സ്പെസിമെൻ. സ്പെസിമെൻ്റെ ടൈപ്പും ഷേപ്പും ഷ്രിങ്കേജിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യനും ഷ്രിങ്കേജ് ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. എക്സ്പ്ലെയിൻ ദ ടേം ഷ്രിങ്കേജ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഷ്രിങ്കേജ് ഇൻ കോൺക്രീറ്റ്. 2 ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷ്രിങ്കേജും അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസും ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഷ്രിങ്കേജ് എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. ഷ്രിങ്കേജ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് മോയ്സ്ചർ കണ്ടൻറ്റ് ഡിഫറെൻറ്റ് റീസൺ കാരണം ഡിഫറെൻറ്റ് സ്റ്റേജസിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോളിയം ചേഞ്ചിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് എന്ന് വിളിക്കുന്നത്. ഇനി ഷ്രിങ്കേജിൻ്റെ ക്ലാസിഫിക്കേഷൻ. പ്ലാസ്റ്റിക് ഷ്രിങ്കേജ്, ഡ്രൈയിങ് ഷ്രിങ്കേജ്, ഓട്ടോജനസ് ഷ്രിങ്കേജ്, കാർബണേഷൻ ഷ്രിങ്കേജ്. ഇത്രയുമാണ് ഷ്രിങ്കേജിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് പ്ലാസ്റ്റിക് ഷ്രിങ്കേജ്. പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് ഈസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. അപ്പോൾ പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് ഉണ്ടാവാനുള്ള റീസൺസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ലോസ് ഓഫ് വാട്ടർ ബൈ ഇവാപ്പറേഷൻ ഫ്രം ദ സർഫസ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ കോൺക്രീറ്റ് സർഫസിൽ നിന്ന് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതാണ് ആദ്യത്തെ റീസൺ. സെക്കൻഡ് വൺ, ലോസ് ഓഫ് വാട്ടർ ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് അഗ്രിഗേറ്റ്. അഗ്രിഗേറ്റ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് വഴിയും ഷ്രിങ്കേജ് ഉണ്ടാവാം, പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് ഉണ്ടാവാം. അപ്പോൾ ഇത് രണ്ടുമാണ് പ്ലാസ്റ്റിക് ഷ്രിങ്കേജിൻ്റെ റീസൺസ്. ഇനി ദ അഗ്രിഗേറ്റ് പൊസിഷൻ ഓർ ദ റീഇൻഫോഴ്സ്മെൻറ്റ് കംസ് ഇൻ എ വേ of subsidence due to which cracks may appear at the surface or internally around the aggregate. അപ്പോൾ ഒരു കോൺക്രീറ്റിൽ അഗ്രിഗേറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കാരണം ക്രാക്സും അതുപോലെ അഗ്രിഗേറ്റിന് ചുറ്റും അതുപോലെ കോൺക്രീറ്റിൻ്റെ സർഫസിലും ക്രാക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഓഫ് ഫ്ലോർസ് ആൻഡ് പേവ്മെൻറ്റ്സ് where the surface area exposed to drying is large as compared to depth, when this hot surface exposed to hot sun and drying wind, the surface concrete dries very fast, which results in plastic shrinkage. അപ്പോൾ അടുത്ത് പറയുന്നത് ഫ്ലോറ് അല്ലെങ്കിൽ പേവ്മെൻറ്റിൻ്റെ കേസിൽ പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ്. അപ്പോൾ ഫ്ലോർ അല്ലെങ്കിൽ പേവ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിന് സർഫസ് ഏരിയ കൂടുതലായിരിക്കും. ഡെപ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അതുപോലെ ഈ ഹോട്ട് സർഫസ് ഹോട്ട് സണ്ണുമായിട്ടും വിൻഡുമായിട്ടും ഒക്കെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ ഫ്ലോറിൻ്റെയൊക്കെ സർഫസ് വളരെ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. ഇത് കാരണം പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് സംഭവിക്കാറുണ്ട്. ഇഫ് ദ വാട്ടർ സിമൻറ്റ് റേഷ്യോ ഈസ് ഹൈ, large quantity of water bleeds and accumulates at the surface. ഇനി വാട്ടർ സിമൻറ്റ് റേഷ്യോ ഒത്തിരി കൂടുതലാണെങ്കിൽ വാട്ടർ കോൺക്രീറ്റിന് ബ്ലീഡിങ് സംഭവിക്കും. അതുവഴി വാട്ടർ സർഫസിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും. വെൻ ദിസ് വാട്ടർ അറ്റ് ദി സർഫസ് ഡ്രൈസ് ഔട്ട്, ദി സർഫസ് കോൺക്രീറ്റ് കൊളാപ്സ് കോസിങ് ക്രാക്സ്. അപ്പോൾ ഈ സർഫസിൽ വന്നിരിക്കുന്ന വാട്ടർ ഡ്രൈ ചെയ്ത് പോകുമ്പോൾ ആ സർഫസ് പിന്നെ കൊളാപ്സ് ചെയ്ത് ക്രാക്സ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക് ഷ്രിങ്കേജ്. ഇനി പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് കുറയ്ക്കാനുള്ള റെമഡീസ് ആണ് പറയുന്നത്. പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പ്രിവെൻറ്റിംഗ് ദ റാപ്പിഡ് ലോസ് ഓഫ് വാട്ടർ ഫ്രം സർഫസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് ഉണ്ടാവുന്നത് കോൺക്രീറ്റ് സർഫസിൽ നിന്ന് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോഴാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് പ്ലാസ്റ്റിക് ഷ്രിങ്കേജും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ക്യാൻ ബി ഡൺ ബൈ കവറിങ് ദ സർഫസ് വിത്ത് പോളിത്തീൻ ഷീറ്റിംഗ്. അപ്പോൾ സർഫസിൽ നിന്ന് വാട്ടർ ലോസ് ആവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് സർഫസ് കവർ ചെയ്യുക. അടുത്തത് റീവൈബ്രേഷൻ ഓഫ് കോൺക്രീറ്റ് റെഡ്യൂസസ് ദി പ്ലാസ്റ്റിക് ഷ്രിങ്കേജ്. അപ്പോൾ കോൺക്രീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം റീവൈബ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. യൂസ് ഓഫ് സ്മാൾ ക്വാണ്ടിറ്റി ഓഫ് അലുമിനിയം പൗഡർ റെഡ്യൂസസ് പ്ലാസ്റ്റിക് ഷ്രിങ്കേജ്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ അലുമിനിയം പൗഡർ സർഫസിൽ വിതറി കൊടുത്താൽ പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് കുറയ്ക്കാൻ പറ്റും. ടു കൺട്രോൾ ദി പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് എക്സ്പാൻസീവ് സിമെൻറ്റ് ക്യാൻ ബി യൂസ്ഡ്. ഇനി പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് കുറയ്ക്കാനായിട്ട് നമുക്ക് എക്സ്പാൻസീവ് ടൈപ്പ് സിമെൻറ്റും യൂസ് ചെയ്യാം. ഇനി ആദ്യം നമ്മൾ പറഞ്ഞ ടൈപ്പ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് ആയിരുന്നു. രണ്ടാമത്തെ ടൈപ്പാണ് ഡ്രൈയിങ് ഷ്രിങ്കേജ്. ദ ഷ്രിങ്കേജ് ദാറ്റ് ടേക്സ് പ്ലേസ് ആഫ്റ്റർ ദ കോൺക്രീറ്റ് ഹാസ് സെറ്റ് ആൻഡ് ഹാർഡൻഡ് ഈസ് കാൾഡ് ഡ്രൈയിങ് ഷ്രിങ്കേജ്. അപ്പോൾ ഡ്രൈയിങ് ഷ്രിങ്കേജ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് നമ്മൾ പ്ലേസ് ചെയ്ത ശേഷം ആ കോൺക്രീറ്റ് ഡ്രൈ ചെയ്ത് സെറ്റായി ഹാർഡൻഡ് ആയതിന് ശേഷം സംഭവിക്കുന്ന ഷ്രിങ്കേജാണ് ഡ്രൈയിങ് ഷ്രിങ്കേജ്. മോസ്റ്റ് ഓഫ് ദി ഷ്രിങ്കേജ് ടേക്സ് പ്ലേസ് ഇൻ ദി ഫസ്റ്റ് ഫ്യൂ മന്ത്സ്. അപ്പോൾ ഡ്രൈയിങ് ഷ്രിങ്കേജിൻ്റെ മോസ്റ്റ് ഓഫ് ദി ഷ്രിങ്കേജും ഉണ്ടാകുന്നത് ആദ്യത്തെ ഫ്യൂ മന്ത്സിലായിരിക്കും. വിഡ്രോയൽ ഓഫ് വാട്ടർ ഫ്രം കോൺക്രീറ്റ് സ്റ്റോർഡ് ഇൻ അൺസാച്ചുറേറ്റഡ് എയർ വോയിഡ്സ് കാസസ് ദി ഡ്രൈയിങ് ഷ്രിങ്കേജ്. അപ്പോൾ ഇനി ഡ്രൈയിങ് ഷ്രിങ്കേജ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോൺക്രീറ്റിലുള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള എയർ വോയിഡ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ വിഡ്രോ ചെയ്യുമ്പോഴാണ് ഡ്രൈയിങ് ഷ്രിങ്കേജ് ഉണ്ടാകുന്നത്. എ പാർട്ട് ഓഫ് ദിസ് ഷ്രിങ്കേജ് ഈസ് കവേർഡ് ഓൺ ഇമേഷൻ ഓഫ് കോൺക്രീറ്റ് ഇൻ വാട്ടർ. അപ്പോൾ ഈ ഷ്രിങ്കേജിൻ്റെ ഒരു പാർട്ട് നമുക്ക് ആ കോൺക്രീറ്റ് ബോഡിയെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഷ്രിങ്കേജ് ഈസ് മോർ ഇഫ് ദ ജെൽ പോർസ് ആർ ഫൈനർ. അപ്പോൾ കോൺക്രീറ്റിലുള്ള പോറ് ഫൈനർ ആണെങ്കിൽ ഷ്രിങ്കേജ് കൂടുതലായിരിക്കും. ദ റേറ്റ് ഓഫ് ഷ്രിങ്കേജ് ഡിക്രീസസ് വിത്ത് ടൈം. അപ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ച് ഷ്രിങ്കേജ് റേറ്റ് ഡിക്രീസ് ചെയ്യും. ഇനി അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ഷ്രിങ്കേജ് ആണ് ഓട്ടോജീനസ് ഷ്രിങ്കേജ്. നോ മോയ്സ്ചർ മൂവ്മെൻറ്റ് to or from the cement paste is permitted when temperature is constant. Some shrinkage may occur. Such shrinkage is called autogenous shrinkage. അപ്പോൾ ഓട്ടോജനസ് ഷ്രിങ്കേജിൽ പറയുന്നത് സിമെൻറ്റ് പേസ്റ്റിൽ വാട്ടറിന് അല്ലെങ്കിൽ മോയ്സ്ചറിന് പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ചെറിയ തോതിൽ ഷ്രിങ്കേജസ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഷ്രിങ്കേജിനെയാണ് നമ്മൾ ഓട്ടോജീനസ് ഷ്രിങ്കേജ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 100 × 10⁻⁻⁶ ആയിരിക്കും. ഇനി അടുത്ത നാലാമത്തെ ടൈപ്പാണ് കാർബണേഷൻ ഷ്രിങ്കേജ്. ദി കാർബൺ ഡയോക്സൈഡ് പ്രസൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ reacts with the hydrated cement minerals in the presence of moisture, converting of carbonating to CaCO3. അപ്പോൾ കാർബണേഷൻ ഷ്രിങ്കേജ് സംഭവിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് കാരണമാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡ് നമ്മുടെ സിമൻറ്റിൽ കോൺക്രീറ്റിലുള്ള ഹൈഡ്രേറ്റഡ് സിമൻറ്റ് മിനറൽസായിട്ട് റിയാക്ട് ചെയ്യും. അത് കാരണം CaOH2 CaCO3 ആയിട്ട് കൺവേർട്ടഡ് ആവും. CaOH2 to CaCO3. At the same time, some cement compounds are decomposed. അതേസമയം ചില സിമൻറ്റ് കോമ്പൗണ്ട്സ് ഡീകമ്പോസ് ആവുകയും ചെയ്യും. ഷ്രിങ്കേജ് ഡ്യൂ ടു കാർബണേഷൻ ഒക്കേഴ്സ് മെയിൻലി അറ്റ് ഇൻ്റർമീഡിയറ്റ് ഹ്യൂമിഡിറ്റീസ്. അപ്പോൾ ഈ സിമൻറ്റിലുള്ള CaOH2നെ CaCO3 ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കാർബണേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഷ്രിങ്കേജ് ഡ്യൂ ടു കാർബണേഷൻ കൂടുതലായിട്ട് നടക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ഹ്യൂമിഡിറ്റീസിൽ ആണ്. കാർബണേഷൻ ഓൾസോ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് ആൻഡ് റെഡ്യൂസ്ഡ് പെർമിയബിലിറ്റി. കാർബണേഷൻ കാരണം സ്ട്രെങ്ത് ഇൻക്രീസ് ആവും, പെർമിയബിലിറ്റി റെഡ്യൂസ് ആവും.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ഓൺ കാർബണേഷൻ ഷ്രിങ്കേജ്. 5 മാർക്കാണ്. മെയ് 2019. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തതാണ് കാർബണേഷൻ ഷ്രിങ്കേജ്. അപ്പോൾ ഷ്രിങ്കേജ് ആൻഡ് ക്രീപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ഒരു ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ലോസ് ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ് കാരണം വോളിയം ചേഞ്ച് ആവുന്നതിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. ഷ്രിങ്കേജ് 4 ടൈപ്പ് ഉണ്ട്. പ്ലാസ്റ്റിക് ഷ്രിങ്കേജ്, ഡ്രൈയിങ് ഷ്രിങ്കേജ്, ഓട്ടോജിനസ് ഷ്രിങ്കേജ് ആൻഡ് കാർബണേഷൻ ഷ്രിങ്കേജ്. അതിൽ പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് സംഭവിക്കുന്നത് സർഫസിൽ നിന്ന് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ കോൺക്രീറ്റിലുള്ള വാട്ടറിനെ അഗ്രിഗേറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇനി ഡ്രൈയിങ് ഷ്രിങ്കേജ് കോൺക്രീറ്റ് സെറ്റായി ഹാർഡൻഡ് ആയ ശേഷമാണ് സംഭവിക്കുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് കോൺക്രീറ്റിലുള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള എയർ വോയിഡ്സ് ഉണ്ട്. അത് വാട്ടർ വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും ഡ്രൈയിങ് ഷ്രിങ്കേജ് സംഭവിക്കും. ഇനി ഡ്രൈയിങ് ഷ്രിങ്കേജ് പരിഹരിക്കാൻ നമുക്ക് ആ കോൺക്രീറ്റ് പീസിനെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡ്രൈയിങ് ഷ്രിങ്കേജ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അടുത്ത ടൈപ്പാണ് ഓട്ടോജിനസ് ഷ്രിങ്കേജ്. ഇതിൽ പറയുന്നത് സിമൻറ്റ് പേസ്റ്റിന് വേറെ മോയ്സ്ചർ കണ്ടൻറ്റിന് വേറെ മൂവ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ചെറിയ തോതിൽ ഷ്രിങ്കേജ് സംഭവിക്കാം. ഇതിനെയാണ് നമ്മൾ ഓട്ടോജിനസ് ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറഞ്ഞത് കാർബണേഷൻ ഷ്രിങ്കേജ് ആണ്. ഇത് കാർബൺ ഡയോക്സൈഡിൻ്റെ റിയാക്ഷൻ കാരണമാണ് നടക്കുന്നത്. സിമൻറ്റ് പേസ്റ്റിലുള്ള CaOH2 CaCO3 ആയിട്ട് മാറും കാർബൺ ഡയോക്സൈഡ് കാരണം. ഈ പ്രോസസ്സിനെയാണ് കാർബണേഷൻ എന്ന് പറയുന്നത്. ഈ കാർബണേഷൻ കാരണം ഉണ്ടാകുന്ന ഷ്രിങ്കേജാണ് കാർബണേഷൻ ഷ്രിങ്കേജ്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഷ്രിങ്കേജ് പറയും. വാട്ടർ സിമൻറ്റ് റേഷ്യോ, സിമൻറ്റ് കണ്ടൻറ്റ്, ഹ്യൂമിഡിറ്റി, ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ്, ടൈപ്പ് ഓഫ് സിമൻറ്റ്, അഡ്മിക്സ്ചേഴ്സ്, ടൈപ്പ് ആൻഡ് ഷേപ്പ് ഓഫ് സ്പെസിമെൻ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.